ശബരിമലയിലേക്ക് പോകാം. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹമാണ്. 2 ദിവസത്തിനിടെ ദർശനം നടത്തിയത് 2,05,000-ലധികം തീർത്ഥാടകരാണ്. രാവിലെ നട തുറന്നതിന് ശേഷമുള്ള ഓരോ മണിക്കൂറിലും 5,500 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗ് ഇന്നും 5,000-ആയി നിജപ്പെടുത്തും. ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ 8.5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മല ചവിട്ടിയിരിക്കുന്നത്. സജീവ് സി വാര്യരാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സജീവ്, ഗുഡ് മോർണിംഗ്. വലിയ തിരക്ക് സന്നിധാനത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെയും വലിയ തിരക്കുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അവിടെ? ഗുഡ് മോർണിംഗ്. തീർത്ഥാടകരുടെ പ്രവാഹമാണ് സന്നിധാനത്തും പമ്പയിലും എല്ലാം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഓരോ ലക്ഷം പേർ ഓരോ ദിവസം എത്തുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 5,000-ലേറെ പേരാണ്, ഇന്ന് 5,500-ഓളം പേരാണ് ഓരോ മണിക്കൂറിലും 18-ാം പടി ചവിട്ടുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഇന്നലെ 95,500-ലേറെ പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നിലയ്ക്കൽ ഭാഗങ്ങളിൽ 3 മണിക്കൂർ 4 മണിക്കൂറോളം തീർത്ഥാടകരെ നിയന്ത്രിക്കുന്ന നടപടികൾ ഉണ്ടായിരുന്നു. ഇന്ന് പമ്പയിലും വലിയ തോതിൽ തിരക്കുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേസമയം പമ്പ കഴിഞ്ഞ് ഉള്ള ശരണവഴികളിലൊക്കെ നിയന്ത്രിതമായ രീതിയിൽ തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപ്രകാരം ഓരോ മേഖലയിലും ആളുകളെ കൃത്യമായി തീർത്ഥാടകരെ തടഞ്ഞു നിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്ത് വലിയ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ എത്താനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിയന്ത്രിതമായ അളവിൽ ആളുകൾ എത്തുന്നതിനപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമുണ്ട് എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതേസമയം മറ്റു മേഖലകളിൽ നിലയ്ക്കൽ തുടങ്ങിയുള്ള മേഖലകളിൽ വലിയ തോതിൽ ആളുകൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ട്. ഇപ്പോൾ അത് പ്രത്യേകിച്ചും 1 ലക്ഷത്തിലേറെ പേർ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒരു ദിവസം ഉണ്ടായാൽ തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് കണക്കിലെടുത്താണ് ഈ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ശരി, സജീവ് സിയാറാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.